പേഷ്യൻ്റെ ഫേഷ്യൽ പ്രൊഫൈൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പേഷ്യൻ്റെ ഫേസിൻ്റെ സൈഡിൽ കൂടെയാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 അനാറ്റമിക്കൽ ലാൻഡ്മാർക്കുകളും അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 2 ലൈൻസുമാണ്. അനാറ്റമിക്കൽ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ നേസിയം, സബ് നേസൽ, പിന്നെ സോഫ്റ്റ് ടിഷ്യൂ പൊഗോണിയം. ഈ 2 ലൈനെ കണക്ട് ചെയ്യുന്ന 2 ലൈൻസ്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ നേസിയോണും സബ് നേസിനെ കണക്ട് ചെയ്യുന്ന ലൈനും, സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് സബ് നേസിനെയും സോഫ്റ്റ് ടിഷ്യൂ പൊഗോണിയും കണക്ട് ചെയ്യുന്ന ലൈൻ. ഫസ്റ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് പ്രൊഫൈൽ. സ്ട്രെയിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കോയിൻസൈഡ് ചെയ്ത് സ്ട്രെയിറ്റ് ആകുന്നത്, അതാണ് സ്ട്രെയിറ്റ് പ്രൊഫൈൽ. യൂഷ്വലി സ്ട്രെയിറ്റ് പ്രൊഫൈൽ കാണുന്നത് ക്ലാസ് 1 സ്കെലിറ്റൽ ബേസ് ഉള്ള പേഷ്യൻസിനായിരിക്കും. സെക്കൻഡ് പ്രൊഫൈലാണ് കോൺവെക്സ് പ്രൊഫൈൽ. നമ്മുടെ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ നിന്ന് എവേ ആയിട്ട്, അതായത് നമ്മുടെ ഫേസിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് കോൺവെക്സ് പ്രൊഫൈൽ. യൂഷ്വലി കോൺവെക്സ് പ്രൊഫൈൽ ഉള്ളതെന്ന് പറയുന്നത് ക്ലാസ് 2 സ്കെലിറ്റൽ ബേസ് ഉള്ള പേഷ്യൻസിനായിരിക്കും. അടുത്ത പ്രൊഫൈൽ എന്ന് പറയുന്നത് കോൺകേവ് പ്രൊഫൈൽ. കോൺകേവ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫേസിലോട്ടായിരിക്കും, അതായത് ഫേസിന്റെ അടുത്തേക്കായിട്ടായിരിക്കും ഈ ആംഗിൾ ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ കോൺകേവ് പ്രൊഫൈൽ. യൂഷ്വലി കോൺകേവ് പ്രൊഫൈൽ ഉള്ളത് ക്ലാസ് 3 സ്കെലിറ്റൽ ബേസ് ഉള്ള പേഷ്യൻസിനായിരിക്കും.